നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ സർക്കാർ ജോലികളിൽ വിദേശ ജീവനക്കാരുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട്. സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയാണ് പൊതുമേഖലാ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്ക് പുറത്തുവിട്ടത്. കുവൈറ്റിൽ സർക്കാർ മേഖലയിലെ വിദേശ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കനുസരിച്ച് 1,23,000 പൊതുമേഖലയിലെ വിദേശ ജീവനക്കാരുടെ എണ്ണം. ചില വകുപ്പുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയാണ് പൊതുമേഖലാ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്ക് പുറത്തുവിട്ടത്. വിദേശ ജീവനക്കാരുടെ എണ്ണം 12,70,000 നിന്ന് 12,03,000 കുറഞ്ഞതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ പേരിന് പോലും വിദേശികളില്ലാത്ത സാഹചര്യവും സംജാതമായിട്ടുണ്ട്. കുവൈറ്റ് അതോറിറ്റി ഫോർ പാർട്ണർഷിപ്പ് പ്രോജക്ട്, പബ്ലിക് അതോറിറ്റി ഫോർ ഖുറാൻ ആൻഡ് സുന്നത്ത് എന്ന വകുപ്പുകളിൽ 0% വിദേശികളുടെ സാന്നിധ്യം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈസൻസ് ഓഫീസ്, മുനിസിപ്പൽ കൗൺസിൽ എന്നിവിടങ്ങളിലെ ഒരാൾ വീതവും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 3, സിറ്റിസൺ സർവീസ് ഏജൻസിയിൽ 8 വിദേശികൾ മാത്രമാണ് നിലവിൽ ജീവനക്കാരായുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ 2000 വിദേശികളും കുവൈറ്റ് ഫ്ലോർ മിൽ ആൻഡ് ബേക്കറീസ് കമ്പനിയിൽ 4425 വിദേശികളും തൊഴിലെടുക്കുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിദേശികൾ ജോലി ചെയ്യുന്നത് ആരോഗ്യ മന്ത്രാലയത്തിനാണ്. 33,926 വിദേശ ജീവനക്കാരുടെ എണ്ണം. 27,545 പേരുമായി വിദ്യാഭ്യാസ മന്ത്രാലയം 2ാം സ്ഥാനത്താണ്. 80ഓളം സർക്കാർ വകുപ്പുകളുടെയും മന്ത്രാലയങ്ങളുടെയും തൊഴിൽ ശേഷി സംബന്ധിച്ച കണക്കുകളാണ് പാസി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. അതേസമയം കുവൈറ്റിൽ വിദേശികളുടെ പ്രൊഫഷണൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾക്ക് രാജ്യത്തെ അതത് അസോസിയേഷനുകളുടെ അംഗീകാരം നിർബന്ധമാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. നേരത്തെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് കുവൈറ്റ് എഞ്ചിനീയറിംഗ് സൊസൈറ്റിയുടെ അംഗീകാരം നിർബന്ധമാക്കിയ മാതൃകയിലാണ് മറ്റു മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നത്. മാനവ വിഭവശേഷി അതോറിറ്റി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം മുതലായവയുടെ സഹകരണത്തോടെയാണ് പുതിയ നിയമം നടപ്പിലാക്കാൻ നീക്കം നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇത് പ്രകാരം ഡോക്ടർമാർ, അഭിഭാഷകർ, ഫാർമസിസ്റ്റുകൾ, അധ്യാപകർ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവരുടെ താമസാനുമതി പുതുക്കുന്നതിന് കുവൈറ്റിലെ ബന്ധപ്പെട്ട സർക്കാർ അംഗീകൃത പ്രൊഫഷണൽ അസോസിയേഷനുകളുടെ അംഗീകാരം നിർബന്ധമാക്കും. ഇതിനായി ബന്ധപ്പെട്ട അസോസിയേഷനുകളുമായി സർക്കാർ ചർച്ച നടത്തി വരികയാണ്. അടുത്ത ഘട്ടത്തിൽ വിദേശികളായ മുഴുവൻ ബിരുദധാരികൾക്കും നിയമം ബാധകമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് തങ്ങളുടെ താമസരേഖ പുതുക്കുന്നതിന് കുവൈറ്റ് എഞ്ചിനീയറിംഗ് സൊസൈറ്റിയുടെ അംഗീകാരം ഈയിടെ നിർബന്ധമാക്കിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് പുതിയ നീക്കം. എന്നാൽ ഇന്ത്യയിലെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും കുവൈറ്റ് എഞ്ചിനീയറിംഗ് സൊസൈറ്റി അംഗീകാരം നൽകിയിട്ടില്ല. ഇതുകാരണം മലയാളികളടക്കമുള്ള നിരവധി പേരാണ് വിസ പുതുക്കാനോ ജോലിയിൽ തുടരുവാനോ സാധിക്കാതെ കഴിയുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തലത്തിൽ ചർച്ചകൾ നടന്നു വരുന്നതിനിടയിലാണ് നിയമം മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിക്കാൻ കുവൈറ്റ് സർക്കാർ ഒരുങ്ങിയത്. ഇത് വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാക്കാൻ കാരണമാകുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.